എന്തൊരു ടീമല്ലേ ഗുജറാത്ത് ടൈറ്റൻസ്. ഈ സീസണിലെ ഏറ്റവും മികച്ച മികച്ച ബൗളിംഗ് ടീം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയാം, ഗുജറാത്ത് ടൈറ്റൻസ് ആണെന്നുള്ളത്. ഗംഭീര ബൗളിംഗ് ടീം. കാരണം ആ ഒരു 5 ബൗളേഴ്സ് ഉണ്ടല്ലോ, അവര് മതി ആ ഒരു ടീമിനെ കളി ജയിപ്പിക്കാൻ വേണ്ടി. ഈവൻ അത് എത്ര ചെറിയ ടോട്ടൽ ആണെങ്കിലും, ഒരു 150-160 റേഞ്ചിലൊക്കെ ടോട്ടല് വെച്ചാൽ പോലും അവർക്കത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ശരിക്കും ഇന്ന് കാണിച്ചു തന്നത്. കിഡിലൻ മാച്ച് ആയിരുന്നു GT വേഴ്സസ് SRH. ഒരു രക്ഷയില്ലാത്ത മാച്ച്. അടുത്ത് കണ്ട GTയുടെ ഓരോ മാച്ചസിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ആ ബൗളിംഗിൽ വരുന്ന ഒരു മൂർച്ച. കാരണം പ്രസിദ്ധ് കൃഷ്ണ നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ഏറ്റവും നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ സീസണിൽ 1-2 മാച്ചസിലൊക്കെ കുറച്ച് ഡൗൺ ആയിരുന്നു. പക്ഷെ ഇന്ന് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത് ഒരു 3-4 മാച്ചസ് ആയിട്ട് തകർത്താടുന്ന ജെയ്സൺ ഹോൾഡർ, അത് ബൗളിംഗിലും ഫീൽഡിങ്ങിലും എല്ലാ രീതിയിലും ഒരു കിഡിലൻ ഓൾറൗണ്ടർ. GTയുടെ എപ്പോഴും ഒരു അസ്ത്രം തന്നെയാണ്, ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയാം റാഷിദ് ഖാൻ. എപ്പോഴും ഫോമിലുള്ള മുഹമ്മദ് സിറാജ്, റബാട്ട്, അതായത് എല്ലാവരും കിഡിലും ബൗളേഴ്സ് ആണ്. എല്ലാം പേസേഴ്സ് ആണ്. അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ സ്പിന്നർ ആയിട്ട്, റാഷിദ് ഖാൻ. പക്ഷേ ശരിക്കും റാഷിദ് ഖാൻ നയിക്കുന്ന ഒരു ബൗളിംഗ് ടീം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ആ ഒരു ബൗളിംഗ് ടീമിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ശരിക്കും ഇന്നത്തെ മാച്ച് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്റെ മോനോട് പറയുന്നുണ്ടായിരുന്നു, അതായത് ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു കിഡിലൻ ബാറ്റിംഗ് ടീമിന്റെ കൂടെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു ബൗളിംഗ് ടീം തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ ബാറ്റിംഗ് ടീം ആണെന്നുണ്ടെങ്കിലും SRH കംപ്ലീറ്റ്ലി ബാറ്റിംഗ് ടീം എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം ബൗളിംഗിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്തും പാറ്റ് കമിൻസ് ലീഡ് ചെയ്യുന്ന ഒരു ബൗളിംഗ് ടീം. കാരണം പാറ്റ് കമിൻസ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ആളുടെ കൂടെ ഷാക്കിബ് ഹുസൈൻ, യങ്സ്റ്റേഴ്സിൽ പ്രഫുൽ ഹിംഗെ, പിന്നെ അതുപോലെ നമ്മുടെ ഇഷാൻ മലിംഗ അത്യാവശ്യം നല്ല രീതിയിൽ ഫോം ആവുന്ന ഒരു ബോളറാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഫോം ആവുന്ന ഒരു ബോളറാണ്. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ സീസണിലുള്ള പോലെയല്ല, ഈ സീസണിൽ ഗംഭീരമായിട്ട് ബോൾ ചെയ്യുന്ന ആളാണ്. ഇന്നത്തെ മാച്ചിൽ GT ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ GT കപ്പ് എടുക്കാൻ ചാൻസ് ഉള്ള ഒരു ടീമാണ്. അതായത് ഓൾമോസ്റ്റ് ചാൻസ്, 90% ചാൻസ് ഉള്ള ഒരു ടീമാണ് GT. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഓരോ ടീം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ RCBയിൽ നല്ല ബൗളേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും. അതുപോലെ തന്നെ വേറെ ഓരോ ടീമിലും ഓരോ ബൗളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 1-2 ബൗളേഴ്സ് അല്ല, ചെയ്യുന്ന എല്ലാ ബൗളേഴ്സും അടിപൊളിയാണ്. 10 പേരെ തല്ലി ഗാങ്സ്റ്റർ ആയല്ല, ആ തല്ലിയ 10 പേരും ഗാങ്സ്റ്റേഴ്സ് ആയിരുന്നു. ആ ഗാങ്സ്റ്റേഴ്സിനെ തല്ലിയിട്ടാണ് വലിയൊരു മോൺസ്റ്റർ ആയേക്കണം എന്നുള്ളൊരു അതുപോലത്തെ ഒരു GT ആണ് ശരിക്ക് ഇന്നത്തെ മാച്ചിലും കാണാൻ വേണ്ടി പറ്റിയത്. ശരിക്കും ആദ്യം ബാറ്റ് ചെയ്ത GTക്ക് നല്ല തകർച്ച ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് തന്നെ ശുഭ്മൻ ഗിൽ ഔട്ടായി. ആൻഡ് ജോസ് ബട്ട്ലർ ആണെങ്കിൽ അധികം നിന്നില്ല. പക്ഷേ വാഷിംഗ്ടൺ സുന്ദർ അതുപോലെ സായ് സുദർശൻ, ഇവർ രണ്ടുപേരും കളിച്ചാണ്. അവർ രണ്ടുപേരുടെയും 50+ സ്കോർ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും കളിച്ച് പിന്നെ ആ ഒരു ടോട്ടലിനെ അങ്ങനെ മെല്ലെ മെല്ലെ നീക്കിക്കൊണ്ട് 168 എന്നുള്ളൊരു കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടലിലോട്ട് എത്തിച്ചായിരുന്നു. പക്ഷേ SRHന്റെ ഭാഗത്ത് ഒരു കോമ്പറ്റീഷൻ പോലും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ 86 റൺസിൽ ഓൾ ഔട്ടായി. അതാണ്, വേറെ ഒന്നും പറയണ്ട. 86 റൺസിന് ഓൾ ഔട്ട്. ഇത്രയും വലിയ ബാറ്റിംഗ് ടീം 86 റൺസിന് ഓൾ ഔട്ട്, അതും 15 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബോൾ ചെയ്തവരിൽ എല്ലാവരും വിക്കറ്റ് എടുത്തു എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ്. അപ്പൊ എന്തായാലും മാച്ചിലോട്ട് വരുന്ന സമയത്ത് ഗുജറാത്ത് ആയിരുന്നു ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കം പാളിയായിരുന്നു ചെറുതായിട്ട്. കാരണം ശുഭ്മൻ ഗിൽ അധികം നേരം ക്രീസിൽ നിന്നില്ല. അത് കഴിഞ്ഞ് ജോസ് ബട്ട്ലറും പെട്ടെന്ന് തന്നെ ഔട്ടായി. ശരിക്ക് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, GTയുടെ ആദ്യത്തെ ഒരു ടോപ്പ് ഓർഡേഴ്സിലുള്ള ആ 3 ബാറ്റ്സ്മാൻമാരാണ് GTയുടെ നട്ടെല്ല്. അവര് പോയി കഴിഞ്ഞാൽ പിന്നീട് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളൊരു സംഭവം നമ്മൾ എല്ലാ മാച്ചിലും ഈ ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നത് പറയുന്നതാണ്. അത് തന്നെയാണ് ഇന്നും കാണാൻ വേണ്ടി പറ്റിയത്. കാരണം ഈ 3 പേരിൽ എപ്പോഴും ഒരാൾ ഫോം ആവാറുണ്ട്. അത് ഇന്ന് സായ് സുദർശനാണ്. ചില മാച്ചിൽ ഗില്ലായിരിക്കാം, ചില മാച്ചിൽ ജോസ് ബട്ട്ലർ ആയിരിക്കാം, ചില മാച്ചിൽ 2 പേര് വെച്ച് ഫോം ആവും. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. ഇന്ന് ശരിക്ക് സായ് സുദർശനും വാഷിംഗ്ടൺ സുന്ദറും അതിനുശേഷം ഇറങ്ങി. അതും ബട്ട്ലർ ഔട്ടായതിനു ശേഷം അല്ല ഇറങ്ങിയത്, സിന്ധു ഇറങ്ങിയതിന് ശേഷമാണ് വാഷിംഗ്ടൺ സുന്ദർ ഇറങ്ങിയത്. ഇന്നത്തെ മാച്ചിന്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് ശരിക്കും സിന്ധു ആണെങ്കിലും ബാറ്റ് ചെയ്തത്. 14 ബോളിൽ 22 റൺസാണ് എടുത്തത്. 3 4 ഒരു 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു കളി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം സായ് സുദർശൻ നമുക്ക് ഓൾറെഡി അറിയാം, നല്ല ഇൻഫോം ബാറ്റ്സ്മാൻ ആണ്. അപ്പൊ ആള് എന്തായാലും കളിക്കുന്നതാണ്. പക്ഷെ സിന്ധുവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു സപ്പോർട്ട് കൊടുത്ത് ഒരു ചെറിയൊരു പാർട്ട്ണർഷിപ്പ് തന്നെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സിന്ധു പോകുന്ന സമയത്ത് 64-3 എന്നുള്ളൊരു സ്റ്റേജിൽ നിന്ന് പിന്നീട് 124 റൺസ് വരെ അവരൊരു ഗംഭീര പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മളെ വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ സായ് സുദർശനും രണ്ടുപേരും പൊളിയായിട്ട് കളിച്ചു. അതായത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അടിക്കേണ്ട സമയത്തൊക്കെ അടിച്ച് ഒരു ആങ്കർ ഇന്നിങ്സ് രണ്ടുപേരും എടുക്കേണ്ട സ്ഥലത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ കളിച്ചിട്ട് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോയെന്നുള്ളത് കിഡിലൻ പ്ലേ ആയിരുന്നു. അങ്ങനെ 124 ടീം എത്തുന്ന സമയത്ത് സായ് സുദർശനാണ് ഔട്ടായത്. 44 ബോളിൽ 61 റൺസാണ് ആളെടുത്തത്. 5 4ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇന്നിങ്സിന്റെ ബാറ്റിംഗ് ഏകദേശം കഴിയാനാകുമ്പോഴാണ് വാഷിംഗ്ടൺ സുന്ദർ ഔട്ടാണ്. 23 ബോളിൽ 50 റൺസാണ് എടുത്തത്. അതിൽ 7 4ഉം ഒരു 6 ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും 7 4. അതായത് ആ ഒരു ക്ലാസ് ആയിട്ടുള്ള ബാറ്റിംഗ് ആണ് വാഷിംഗ്ടൺ സുന്ദറും ഇന്ന് കാഴ്ചവെച്ചത്. കാരണം ബൗണ്ടറീസിലാണ് കൂടുതൽ ശ്രദ്ധ പുലർത്തി കേട്ടോ. മറ്റേ വെറുതെ പൊക്കിയടിച്ച് വേഗം ഔട്ട് ആവുന്നതല്ല, വിക്കറ്റ് കളയാണ്ട് എങ്ങനെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് സ്കോർ എങ്ങനെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു സ്കോറിലോട്ട് എത്തിക്കാം എന്നുള്ളത് വാഷിംഗ്ടൺ സുന്ദറും സായ് സുദർശനും ഇന്ന് കാണിച്ചു. SRHന്റെ ബൗളിംഗ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്നത്തെയും പോലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള പാറ്റ് കമിൻസ് അവരുടെ ക്യാപ്റ്റൻ തന്നെയാണ്. എപ്പോഴും
അടിപൊളിയായിട്ട് ബോൾ ചെയ്യാറുള്ളത്. ഇന്നും ആ ഒരു പതിവ് തെറ്റിച്ചില്ല. 4 ഓവറിൽ 20 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ശരിക്കും കഴിഞ്ഞ മാച്ചിലൊക്കെ, അതായത് ഫസ്റ്റ് മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പിന്നീട് ഉള്ള മാച്ചസിലൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ബോളർ ആയിരുന്നു ശരിക്കും പ്രഫുൽ ഹിങ്കെ. പക്ഷെ ഇന്ന് ആളുടെ ഒരു ഗംഭീര കംബാക്ക് ആയിരുന്നു. 3 ഓവറിൽ വെറും 17 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ 2 വിക്കറ്റും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റാണ്. കാരണം ശുഭ്മൻ ഗില്ലും ജോസ് ബട്ട്ലർ ആയിരുന്നു ആളുടെ വിക്കറ്റിൽ കുടുങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ ഷാക്കിബ് ഹുസൈനും അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 37 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാച്ചിലേക്ക് അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ ചെയ്തിട്ടുള്ള നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡി അത്യാവശ്യം അടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ആൾ ബോൾ ചെയ്തത്. 3 ഓവറിൽ 27 റൺസ് കൊടുത്ത് വിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ശിവാങ് കുമാർ 2 ഓവറിൽ 19 റൺസ് കൊടുത്ത് വിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുവിധം എല്ലാ മാച്ചിലും കൺസിസ്റ്റന്റ് ആയിട്ട് വിക്കറ്റുകൾ എടുത്തും അതുപോലെ തന്നെ അത്യാവശ്യം എക്കണോമിയിലും ബോൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഇഷാൻ മലിംഗ ഇന്ന് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 46 റൺസ് കൊടുത്തു. പക്ഷെ വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. 169 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് ചേസ് ചെയ്തിട്ട് ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ്, അത്രയും നല്ല ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിന് തുടക്കം തൊട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പണിപാടലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആർക്കും വലിയ രീതിയിൽ സ്കോർ അടിക്കാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. തല തന്നെ ഫസ്റ്റ് വേഗം പോയി, അതായത് ട്രാവിസ് ഹെഡ്, അത് കഴിഞ്ഞ് അഭിഷേക് ശർമ്മ, ഇങ്ങനെ വിക്കറ്റുകൾ ഇങ്ങനെ തുര പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും ഇന്നത്തെ മാച്ചിലെ ഏറ്റവും ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് നമ്മുടെ പാറ്റ് കമിൻസ് ആണ്. ഓൾമോസ്റ്റ് 8ാമതായിട്ട് ഇറങ്ങുന്ന നമ്മുടെ ഓൾറൗണ്ടർ ആണ്. ആളാണ് ഇന്ന് ടോപ്പ് സ്കോറർ ആയത്. 9 ബോളിൽ 19 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്ന ആള്. പിന്നെ ഇതുപോലെ ബാറ്റിംഗിൽ കുറച്ചേരെങ്കിലും പിടിച്ചത് നമ്മുടെ സലിൽ അറോറയായിരുന്നു. 13 ബോളിൽ 16 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 4 ആളടിച്ചു. പക്ഷെ ആ ഒരു ഇന്നിംഗ്സിന് നീളം കുറവായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ശരിക്കും ഹെൻറിക് ക്ലാസൻ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്ലെയർ ആണ്. കാരണം ആ ഒരു ടീമിന്റെ വോൾ തന്നെ പറയാം. പക്ഷെ ഇന്ന് ആ വോളിനും രക്ഷിക്കാൻ വേണ്ടി പറ്റിയില്ല. കുറച്ചേരം ഒന്ന് ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാൻ നോക്കി. പക്ഷെ 16 ബോളിൽ 2 4 അടിച്ചിട്ട് 14 റൺസ് എടുത്തിട്ട് ആൾ അങ്ങോട്ട് പോയി. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ 7 ബോളിൽ 11 റൺസാണ് എടുത്തത്. ഒരു 4ഉം ഒരു 6 അടിച്ചു. ഞാൻ ഇത്രയും പേരുടെ പേര് അറ്റ്ലീസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരാണ് 2 അക്കം കടന്നത്. ബാക്കി എല്ലാവരും സിംഗിൾ ഡിജിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് ചുക്കാൻ പിടിച്ചത് ഗുജറാത്തിന്റെ ആ ബൗളിംഗ് ടീം തന്നെയാണ്, ബൗളിംഗ് യൂണിറ്റ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ബൗളിംഗ്. ഇന്നത്തെ മാച്ചിന്റെ മോസ്റ്റ് ഇമ്പാക്ട് ചെയ്ത ബൗളർ എന്ന് പറയുന്നത് ശരിക്കും മുഹമ്മദ് സിറാജ് തന്നെയാണ്. കാരണം ഫസ്റ്റ് ഓവർ തന്നെ മെയ്ഡിനായിരുന്നു ഒരു വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും തലയുടെ തന്നെ വിക്കറ്റ്. ട്രാവിസ് ഹെഡ്, അതായത് തലേന്ന് അങ്ങ് തുടങ്ങണം എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു തുടങ്ങിയിരുന്നത്. ആ ഒരു ഹെഡ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു ഇന്നത്തെ വിക്കറ്റ് വേട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 3 ഓവറിൽ ജസ്റ്റ് 11 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു മെയ്ഡിനോട് കൂടി. അതുപോലെ തന്നെ ഇന്നത്തെ മാച്ചിൽ റാഷിദ് ഖാൻ ഒന്നും ബോൾ ചെയ്യേണ്ട വന്നിട്ടേ ഇല്ല. ലാസ്റ്റിലോട്ടാണ് ആൾക്കൊരു ഓവർ കിട്ടിയത്. ആ ഓവറിൽ തന്നെ 5ാമത്തെ ബോൾ ആകുമ്പോഴേക്കും കളി മൊത്തത്തിൽ അവസാനിച്ചായിരുന്നു. ആൾക്ക് ടോട്ടൽ 5 ബോൾ ചെയ്തിട്ട് 3 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാച്ച് എടുത്തു കഴിഞ്ഞാൽ GTയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ആണ് ജെയ്സൺ ഹോൾഡർ. ജെയ്സൺ ഹോൾഡറിനെ ഓൾറൗണ്ടർ എന്ന് പറയുന്നത് ഒരിക്കലും കംപ്ലീറ്റ്ലി കുറെ നേരം ബാറ്റ് ചെയ്തുകൊണ്ടൊന്നുമല്ല, ബൗളിംഗ് ആൻഡ് ഫീൽഡിംഗ്, അങ്ങനെയാണ് ആളെ ഞാൻ ഓൾറൗണ്ടർ എന്ന് വിളിക്കുന്നത്. 4 ഓവറിൽ 20 റൺസ് വിട്ടെടുത്തിട്ട് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറാണ് നമ്മുടെ റബാഡ. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 28 റൺസ് കൊടുത്തിട്ട് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഒരു ബോളറേയും കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു, പ്രസിദ്ധ് കൃഷ്ണ. 3 ഓവറിൽ 23 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മാച്ചിന്റെ ആ ഒരു ജയത്തോടുകൂടി GT പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അതായത് ഭയങ്കര ഒരു കുതിച്ചുചാട്ടം കേട്ടോ. കാരണം കുറെ താഴോട്ട് ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. 1-2 മാച്ചസ് ഒക്കെ ജയവും തോൽവിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ടീമായിരുന്നു. പിന്നീട് അവരുടെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര ഒരു വിന്നിംഗ് മൊമെന്റത്തിലാണ് നിൽക്കുന്നത്. ആൻഡ് ആ ഒരു ബൗളിംഗ് കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ GTക്ക് കമ്പാരിറ്റീവ്ലി ബാറ്റിങ്ങിനെക്കാളും. കാരണം ബാറ്റിംഗില് ഓക്കെയാണ്, അതായത് അത്യാവശ്യം റൺ എടുക്കാൻ പറ്റും. പക്ഷെ ബൗളിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഫീൽഡിങ്ങും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവരെ ബീറ്റ് ചെയ്യാന്ന് പറയുന്ന കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ് മറ്റുള്ള ടീമുകൾക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കപ്പ് നേടാൻ ചാൻസ് ഉള്ളൊരു ടീമാണ്. ആൻഡ് അവർ ടേബിളിൽ 1ാം സ്ഥാനത്ത് എത്തിയത് കൊണ്ട് തന്നെ ഇനി ഒന്ന് പേടിക്കേണ്ടി വരും.